നമസ്കാരം. ഇലക്ഷൻ 2026 കേരള. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് ചെല്ലുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ്. മലപ്പുറം ജില്ലയിലെ ഒരു സാധ്യതകൾ, ഒപ്പം തന്നെ അവിടെ ആർക്കാണ് കൂടുതൽ മേൽക്കൈ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു വലിയ വിജയമാണ് UDF ലഭിച്ചത്. അത് വല്ലാത്തൊരു വലിയ ആത്മവിശ്വാസത്തിലേക്ക് IUMLനെയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും UDFനെയും കൊണ്ടെത്തിച്ചിരിക്കുന്നു. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയാറുള്ളത്, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അതായത് എറണാകുളം മണ്ഡലത്തിൽ 14 നിയമസഭാ മണ്ഡലങ്ങളും പിടിച്ചെടുക്കുമെന്നും, അതുപോലെ തന്നെ അതിനോടൊപ്പം ചേർത്ത് വെച്ച് പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് മലപ്പുറത്തെ 16 ജില്ലകളും മലപ്പുറത്തെ 16 നിയോജക മണ്ഡലങ്ങളും അവർ പിടിച്ചെടുക്കുമെന്നാണ്. ഈ 16 നിയോജക മണ്ഡലങ്ങളിലും സാധ്യത എങ്ങനെയാണെന്ന് നമുക്ക് സാദിഖ് സാറിനോട് ചോദിക്കാം. എന്തായിരിക്കും ഈ 16 നിയോജക മണ്ഡലങ്ങളിലെ ഒരു സാധ്യത? അതെ, തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ ചില പ്രസ്താവനകൾ അണികളെ ആവേശം കൊള്ളിക്കാനോ വീമ്പിളക്കലോ ഒക്കെ ആയിട്ട് പറയാറുണ്ട്. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാവും ഇത് വെറുതെ പറയുന്നതാണ്. പക്ഷെ മലപ്പുറത്ത് 16 കിട്ടില്ല, 15 കിട്ടുവോളെന്ന് ആരെങ്കിലും പറഞ്ഞ അതെന്താ 16ാമത്തെ കിട്ടാത്തതെന്ന് തിരിച്ചു ചോദിക്കുന്ന നിലയിലാണ് കേരള രാഷ്ട്രീയം പ്രത്യേകിച്ച് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടൊരു ക്ലീൻ സ്വീപ്പ്, എതിരില്ലാത്ത ഒരു മത്സരമായിരിക്കും അവിടെ നടക്കുന്നത്. ഇനി ജയിക്കുന്നിടത്തൊക്കെ ഉള്ള കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം എത്ര അധികം കിട്ടി എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് അറിയേണ്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 12-4 അങ്ങനെയായിരുന്നു. 12-4. അത് ആ 4-ൽ തന്നെ പലരും സ്വതന്ത്രന്മാരൊക്കെ ആയിട്ടാണ് മത്സരിച്ചത്. അതിലെ ആദ്യം ഉണ്ടായിരുന്നതിൽ ഒരു സീറ്റ് PV അൻവർ രാജിവെച്ചപ്പോഴത്തേക്ക് ആര്യാടൻ ഷൗക്കത്ത് ഒരു സീറ്റും കൂടെ വീണ്ടും കിട്ടുകയും ചെയ്തു. 13 അതെ, 13-3 ആണ്. അപ്പോ ആ സ്ഥാനത്ത് ഇത്തവണ ബാക്കി 3 സീറ്റ് കൂടെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് തീർത്തും സംഭവീയമാണ്. അതുകൊണ്ട് മലപ്പുറം 100-ൽ 100 UDF എന്ന് തന്നെ പറയാം. അതായത് ഇപ്പോൾ മലപ്പുറം ആണെങ്കിലും വേങ്ങരയാണെങ്കിലും മങ്കടയാണെങ്കിലും പള്ളിക്കുന്ന്, ഏറനാട്, മഞ്ചേരി, കൂടാതെ പെരിന്തൽമണ്ണ, കൊണ്ടോട്ടി, തിരൂരങ്ങാടി, ഇവിടെ എല്ലാ IUMLന്റെ പ്രതിനിധികളാണ്. അതുപോലെ തന്നെ തിരൂരിൽ IUMLാണ്. ഒപ്പം തന്നെ കോട്ടയ്ക്കലില് അവരാണ്. നിലമ്പൂരിൽ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ആണ്. വണ്ടൂരിൽ കോൺഗ്രസ് ആണ്. തവനൂരിലാണ് LDFന്റെ സ്വതന്ത്രനായിട്ടുള്ള KT ജലീൽ വിജയിച്ചിരിക്കുന്നത്. മാത്രമല്ല പിന്നെ ഉള്ളത് താനൂരിലാണ്. താനൂരിൽ ഇതുപോലെ തന്നെ അബ്ദുറഹ്മാൻ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മന്ത്രി വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള ഒരു സീറ്റ് എന്ന് പറയപ്പെടുന്നത്, വേറെ എല്ലാ സീറ്റും ഇവർക്കാണ്, IUMLാണ്. അങ്ങനെയാണെങ്കിൽ ആകെ 2 സീറ്റാണ് ഈ സ്വതന്ത്രമായിട്ടുള്ള, 3 സീറ്റ്. നന്ദകുമാർ പൊന്നാനിയില്, P നന്ദകുമാർ LDFന്റെ. അങ്ങനെ 3 സീറ്റ് നിലവിലെ സാഹചര്യത്തിലുണ്ട്. 12 സീറ്റ് 13 സീറ്റ് അല്ലേ, 13 സീറ്റ് UDFനും 3 സീറ്റ് LDFനും ലഭിച്ചിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ നിലവിലെ ഒരു സാഹചര്യം. പക്ഷെ ഇപ്പോൾ താങ്കൾ പറയുന്നത് ഇവിടെ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അല്ലെ IUMLന് ഭൂരിപക്ഷം സീറ്റുകളും UDF ഭൂരിപക്ഷം സീറ്റുകളും പിടിച്ചെടുക്കും. അതായത് 16 സീറ്റും പിടിച്ചെടുക്കും എന്നുള്ളതാണ് താങ്കളുടെ ഒരു കണ്ടെത്തൽ. എനിക്ക് അതിനോട് പറയാനുള്ളത്, ഇപ്പോൾ നമുക്കറിയാം ഈ തവനൂരിൽ KT ജലീൽ മത്സരിക്കുന്നു. മറ്റൊന്ന് നിലമ്പൂരിലെ സാധ്യതകൾ മറ്റൊന്നാണ്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചതുകൊണ്ട് അവിടെ വേറെ നോട്ടം വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന താനൂര്, ഇത്തവണ തിരൂരിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്, മാറി. പിന്നെ ഉള്ളത് നന്ദകുമാർ പൊന്നാനിയിൽ, അവിടുത്തെ മത്സരം. ഇങ്ങനെ ചില സ്ഥലങ്ങൾ, ചില പോക്കറ്റുകളുണ്ട്, ഈ LDFന് അനുകൂലമാകുന്ന ചില പോക്കറ്റുകളുണ്ട്. ആ പോക്കറ്റുകളിൽ അവിടെ ഈ പറയുന്ന പോലെ വർഗീയത പറയുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഒരു മതരാഷ്ട്രീയം അതിനകത്തുണ്ട്. ആ മതരാഷ്ട്രീയത്തിന് കൂട്ടുപിടിച്ച് തന്നെയാണ് IUMLന്റെ സ്ഥാനാർത്ഥികൾക്ക് പകരം ഈ അബ്ദുറഹ്മാനെ പോലുള്ള, അല്ലെങ്കിൽ അതുപോലെ KT ജലീലിനെ പോലുള്ളവരെ അതിനകത്ത് ഉൾപ്പെടുത്തി CPM രാഷ്ട്രീയം കളിക്കുന്നത്. അതെ. അപ്പൊ ഈ 16 സീറ്റുകൾ എന്നുള്ള അതൊരു വലിയ അമിതമായ ആത്മവിശ്വാസമല്ലേ ഈ 16 സീറ്റുകൾ ലഭിക്കുന്നത്? കാര്യം അതിനെ കൃത്യമായി നമ്മൾ അതിനെ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവും. അതായത് വർഗീയത 2 രീതിയിലാണ്. ഒരു മതം അല്ലെങ്കിൽ ഒരു വർഗം അവരുടെ വിഭാഗത്തിന് വേണ്ടി വാദിച്ച് അതാണ് ഏറ്റവും ശരി, അതാണ് നല്ലത് എന്ന് പറഞ്ഞ് ആ വിഭാഗത്തിന് ഒന്നിപ്പിക്കുക. അതായത് പോസിറ്റീവായിട്ട് അവരെ സംഘടിപ്പിച്ച് ഒന്നിച്ച്
ശക്തിപ്പെടുത്തി വർഗീയത വളർത്തുക. മറ്റൊന്ന്, ഒരു മതത്തിനെ അടച്ചങ്ങ് ബാക്കിയുള്ളവർ ആക്ഷേപിക്കുക. ആക്ഷേപിക്കുമ്പോൾ മതവികാരം ഇല്ലാത്തവന്റെ മതവികാരം പോലും സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകും. അതായത് പിന്നെ സ്വയം കമ്മ്യൂണിസ്റ്റ് ആകുക, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, രണ്ടും രണ്ടാണ്. അതേപോലെ നിങ്ങൾ എന്നെ വർഗീയവാദി ആക്കി എന്നതുപോലെ നിങ്ങൾ എന്നെ മുസ്ലിം ലീഗ് ആക്കി, നിങ്ങൾ UDF ആക്കി. ആരൊക്കെയാ അതിന് സഹായം ചെയ്തു കൊടുക്കുന്നതെന്ന് നോക്കൂ. മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്ന് ഇംഗ്ലീഷ് പത്രത്തിന് അഭിമുഖം കൊടുക്കുക. മലപ്പുറം ജില്ല, കുഴപ്പം പിടിച്ച ജില്ല, കോടികൾ 150 കോടി രൂപയുടെ കള്ളപ്പണം ഹവാല നടക്കുന്ന ജില്ല, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന ജില്ല, തീവ്രവാദികളുടെ ജില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ജില്ലയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനസമൂഹത്തെ മാത്രമല്ല, ആ ജില്ലയിൽ ജനിച്ചു പോയ ഇതര സമുദായങ്ങളെയും കൂടി ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതെല്ലാം കൂടി ചേർന്ന് അവിടെ UDF എന്ന് പറഞ്ഞാൽ UML തന്നല്ലോ, അതിപ്പം തർക്കമുള്ള കാര്യമല്ല. അങ്ങനെയാണ് ഈ ബാക്കി സീറ്റ് കൂടെ വരാൻ പോകുന്നത്. അതുപോലെ നോക്കൂ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ AK ബാലനും സജി ചെറിയാനും കൂടെ നൽകിയ സംഭാവന വളരെ വലുതാണ്. ഒരാൾ പറഞ്ഞു, അവിടെ ജയിച്ചവരുടെ എല്ലാം പേരും മാത്രം എടുത്തു വെച്ച് നോക്കിയാൽ മതി എത്രമാത്രം വർഗീയതയാണ് അവിടെ കാണിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ സംഭാവന. സജി ചെറിയാനും അത് തന്നെയാണ് പറഞ്ഞത്. നേതാവും പറഞ്ഞു. ആരാ? വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി പിന്നെ വാ തുറന്നാൽ മുസ്ലിം ലീഗ് ആക്രമിക്കുകയാണ്. പറയും. അത് ഇപ്പോൾ മാത്രമല്ല, പണ്ട് നമ്മളുടെ കോഴിക്കോട്ട് 2 അന്യസംസ്ഥാന തൊഴിലാളികൾ ആ മാൻഹോളിൽ വീണതിനെ രക്ഷിക്കാൻ പോയ നൌഷാദ് എന്ന് പറയുന്ന ഒരു തൊഴിലാളി രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിച്ചപ്പോൾ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലം തൊട്ടേ ആക്ഷേപമാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു ജില്ലയെയും ഒരു മതത്തെയും അടച്ചാക്ഷേപിച്ചതിന്റെ ഫലമായി അവരെ ആ ചിന്ത ഇല്ലാത്തവരെ പോലും, ചിന്ത എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനോട് ഒരു അനുഭാവം ഇല്ലാത്ത മുസ്ലിങ്ങളും മറ്റു വിഭാഗങ്ങളും എല്ലാം ഇപ്പൊ അവർക്കൊപ്പമായി. അതുകൊണ്ടാണ് ഒരു ക്ലീൻ സ്വീപ്പ് എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. ഇത് എനിക്കതിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും താങ്കൾ ഈ പറഞ്ഞ 16 എന്ന് പറയുന്നത് അമിത ആത്മവിശ്വാസമാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ മേൽക്കൈയുണ്ട് ഈ UDF-നും ഒപ്പം തന്നെ മുസ്ലിം ലീഗിനും ഒക്കെ. അപ്പൊ അത് മലപ്പുറത്ത് വല്ലാതെ റിഫ്ലക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ചില മണ്ഡലങ്ങളുണ്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ പൊന്നാനി ആണെങ്കിലും ഒപ്പം തന്നെ തവനൂരാണെങ്കിലും കൂടാതെ പിന്നെ അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന തിരൂര് ഇത്തവണ ഈ മണ്ഡലങ്ങളിലും സാധ്യത കാണും. അപ്പൊ ഈ 3 മണ്ഡലങ്ങളിലും ചെറിയ സാധ്യത. പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു സാധ്യത കുറവ് എന്ന് പറയപ്പെടുന്ന KT ജലീൽ മത്സരിക്കുന്ന തവനൂരിൽ മാത്രമാണ്. കാരണം അവിടെ VS ജോയിയാണ് മത്സരിക്കുന്നത്. VS ജോയി ഇത് പറഞ്ഞ പോലെ ഒരു യുവ നേതാവാണ്, മാത്രമല്ല ജനകീയനാണ്. ഒരു ഒരു ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വ്യക്തിയല്ല. എല്ലാ മതങ്ങളോടും സഹിഷ്ണുതയോടുകൂടി പെരുമാറാൻ കഴിയുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകതയുള്ള, ഒപ്പം തന്നെ ഈ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട എല്ലാ തരത്തിലുമുള്ള ഗുണഗണങ്ങൾ ഉള്ള ഒരു പാർട്ടി പ്രവർത്തകൻ കൂടിയാണ്. പലപ്പോഴും സീറ്റ് ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ പോലും അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന സീറ്റുകൾ പലപ്പോഴും ലഭിച്ചില്ല. നിലമ്പൂരൊക്കെ ആയിരുന്നു അദ്ദേഹം മത്സരിക്കണമെന്ന് ആഗ്രഹിക്കാറുള്ളത്. ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പലപ്പോഴും പറ്റില്ല. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചിട്ടാണ്, പക്ഷെ നടന്നിട്ടില്ല. പക്ഷെ എങ്കിൽ കൂടിയും അവിടെ രാപ്പകൽ വ്യത്യാസമന്യേ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് VS ജോയി എന്ന് പറയുന്നത്. എനിക്ക് അദ്ദേഹത്തെ ഈ KSU കാലം മുതൽ നമുക്ക് പരിചിതനാണ്. കാരണം ഞങ്ങളൊക്കെ പല ഡിബേറ്റുകളിലും ഒക്കെ നമ്മളൊക്കെ ഒക്കെ പങ്കെടുത്തിരുന്ന ഒരു വ്യക്തിയാണ് VS ജോയി. തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ നമ്മളോട്ടൊക്കെ വലിയ ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്ന ഒരു കക്ഷി കൂടിയാണ്. മാത്രമല്ല ചില നിലപാടുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. കാരണം പാർട്ടിക്ക് സീറ്റ് മാത്രമല്ലല്ലോ, പകരം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ ചില മാതൃകാപരമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന യുവാവായിട്ടുള്ള ഒരു വ്യക്തി. കാരണം പലപ്പോഴും യുവാക്കൾ ഇതുപോലെ സീറ്റ് കിട്ടാത്തപ്പോൾ അടുത്ത പാർട്ടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന തവനൂരിലെ മത്സരം അല്പം കട്ടിയുള്ള മത്സരം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. KT ജലീലിന് ഒരുപാട് പേർക്കേണ്ടി വരും. അവിടുത്തെ മുസ്ലിം ലീഗും ഒപ്പം തന്നെ കോൺഗ്രസുകാരും ഒക്കെ ഒരു ഇഴ ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉള്ളത് കൊണ്ട് വിജയസാധ്യത ജോയിക്കാണെന്നൊരു സംശയം വരുന്നുണ്ട്. അവിടെ KT ജലീൽ പരാജയപ്പെട്ടാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും തവന്നൂര് അവിടെ ഇപ്പോൾ നമ്മൾ 2 മുന്നണിയുടെയും സ്ഥാനാർത്ഥികളിൽ 3-4 പേര് മാത്രമുള്ളൂ മുസ്ലിം സമുദായത്തിൽ പെടാത്തവർ സംവരണ മണ്ഡലം ഒഴികെയുള്ള സീറ്റുകളിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് VS ജോയി. ഈ
വർഗീയ പാർട്ടികളും വർഗീയതയും വളർത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പലരും ആക്ഷേപിക്കുമ്പോൾ മാതൃകാപരമായി നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ചില സംഗതികൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല. അതിലേറ്റവും പ്രധാനമാണ് മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയിലെ DCCയുടെ പ്രസിഡന്റായി ശ്രീ VS ജോയിയെ നിയമിച്ചത്. മറ്റൊന്ന്, എറണാകുളം ജില്ലയിലെ DC പ്രസിഡന്റ് പേര് നോക്കൂ, മുഹമ്മദ് ഷിയാസ്. കോട്ടയം ജില്ലയിലെ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്. അതാണ് കേരള സ്റ്റോറി, അതാണ് മതേതരത്വം. അല്ലാതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല, ഭൂരിപക്ഷം എന്നുള്ളതല്ല. അർഹതപ്പെട്ടവൻ ആരായാലും. താങ്കൾ പറഞ്ഞ വളരെ കൃത്യമാണ് കേട്ടോ. ഈ പറയുന്ന പോലെ കോട്ടയം പോലൊരു ക്രിസ്ത്യൻ മേഖലയിലേക്ക് എത്തുമ്പോഴും അതെ 7 സമാജത്തിൽ നിന്ന് ഇവിടെ മലപ്പുറം പോലൊരു മേഖലയിലേക്ക് എത്തുമ്പോൾ വളരെ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് പകരം എത്തപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ നാമധാരിയായിട്ട് ജോയിയാണ് എത്തപ്പെടുന്നത്. എറണാകുളത്തേക്ക് എത്തപ്പെടുമ്പോൾ വലിയ ബെൽറ്റാണ് അല്ലേ? അതെ, അവിടെ മുഹമ്മദ് ഷിയാസ് ആണുള്ളത്. തീർച്ചയായിട്ടും അത് കോൺഗ്രസിന്റെ ഒരു അങ്ങനെയൊക്കെയാണല്ലോ. ജനാധിപത്യത്തിൽ മതേതരത്വ മുഖം അത്യാവശ്യം തന്നെയാണ്. അവിടെ വർഗീയത പാടില്ല. അത് ഏത് പാർട്ടി കൊണ്ടുവന്നാലും വർഗീയതയെ തുടച്ചു നീക്കുക തന്നെ വേണം. ഈ VS ഇതുകൂടി ഈ ജലീലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 1-2 അവസരങ്ങൾ കൊടുത്തു, മന്ത്രിപദം കൊടുത്തു. മന്ത്രിപദം കൊടുത്തപ്പോൾ അദ്ദേഹം ചെയ്തത് സ്വന്തം ബന്ധുവിനെ അദീബിനെ വലിയ നിയമനം കൊടുത്ത് മന്ത്രിസ്ഥാനം പുറത്തുപോയ ആളാണ്. ലോകായുക്ത പറഞ്ഞ് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗ്ലാമറൊക്കെ പോയി, അത് എല്ലാ അർത്ഥത്തിലും. അതുപോലെ വർഗീയതയ്ക്ക് എതിരെ പറയുന്ന അദ്ദേഹം തിരുവനന്തപുരത്ത് SDPIയുടെ പിന്തുണ LDF സ്ഥാനാർത്ഥി വാങ്ങുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ജോയ് അവിടെ ജയിക്കും. അബ്ദുറഹ്മാൻ അദ്ദേഹം അവിടെ മത്സരിക്കുന്നില്ല, സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അടുത്ത മണ്ഡലത്തിലേക്ക് പോയി. അവിടെ കുറുക്കോളി അദ്ദേഹം ഇപ്പൊ നിലവിലെ MLA ആണ്. ആ കുറുക്കോളി മൊയ്തീൻ അത് അദ്ദേഹം തന്നെ ജയിക്കും. അപ്പൊ അബ്ദുറഹ്മാൻ അവിടെ പരാജയപ്പെടേണ്ടി വരും. അപ്പൊ പൊന്നാനിയിലെ CPM സ്ഥാനാർത്ഥി MK സക്കീർ, അദ്ദേഹത്തിന് PSC അംഗം, PSC ചെയർമാൻ, വഖഫ് ബോർഡ് ചെയർമാൻ തുടങ്ങിയ പദവികൾ മാറി 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 തുടർച്ചയായി ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണ്. അദ്ദേഹമാണെങ്കിലോ താഴ്ന്ന തലത്തിൽ നിന്നും CPMന്റെ പാർട്ടി പദവികളിലൂടെ സ്ഥാനമാനങ്ങളിലൂടെ ഒന്നും കയറി വന്ന ആളല്ല. അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തതിനെതിരെ അവിടെ CPM വളരെ കുറവാണ്. ഉള്ള CPMനകത്ത് തന്നെ വലിയ വിഭാഗീയത ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തവണ അവിടെ ഒരു കാരണവശാലും ജയിക്കാനുള്ള ഒരു സാധ്യതയില്ല. ഒപ്പം കോൺഗ്രസിന്റെ നൌഷാദ് അലി ചാനൽ ചർച്ചകളിലൂടെ നല്ല നിലയിൽ ആരെയും അപഹസിക്കാതെയൊക്കെ നല്ല വ്യക്തിത്വത്തിന്റെ ഒരു ഉടമയാണ്. അതെല്ലാം കൂടി കണക്കിലെടുത്താൽ 16-ൽ 16 UDF നിങ്ങൾ അപ്പൊ താങ്കൾ അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഇതിനകത്ത് എനിക്ക് മഞ്ചേരി, കോട്ടക്കൽ, പെരിന്തൽമണ്ണ, മങ്കട, നിലമ്പൂർ, ഏറനാട്, വേങ്ങര, പിന്നെ തിരൂരങ്ങാടി, തവനൂര്, തിരൂർ, താനൂർ, മലപ്പുറം, പൊന്നാനി, വള്ളിക്കുന്ന്, കൊണ്ടോട്ടി, വണ്ടൂർ, ഇത്രയും 16 നിയോജക മണ്ഡലങ്ങളിൽ താങ്കൾ പറഞ്ഞ പോലെ 16-ലും IUML അല്ലെങ്കിൽ UDF വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. അതിന്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഒരു അപ്രമാദിത്വം ഒക്കെ അതിന് കാരണമാകുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിലും താങ്കൾ പറഞ്ഞ പോലെ പൊന്നാനിയും ഈ പറയുന്ന താനൂരും നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. താനൂരിനെ മാറ്റിവെച്ചാലും പൊന്നാനിയെ മാറ്റിവെക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ 15-1 എത്തുകയാണ്. കാരണം 15 സീറ്റ് UDFനും 1 സീറ്റ് LDFനും കിട്ടുവാനുള്ള സാധ്യതയിലേക്കാണ് അത് പോകുന്നത് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് മലപ്പുറം ജില്ല എന്ന് പറയുന്ന 16 സീറ്റുകൾ ചിലപ്പോൾ വിജയിച്ചേക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം അത്തരത്തിലുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട്. ആന്റി ഇൻകംബൻസി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഒരു വല്ലാത്ത കോൺഗ്രസ് പോലെയാണ് അവിടുത്തെ മുസ്ലിം ലീഗുകൾ പ്രവർത്തിക്കുന്നത്, ഒരു വല്ലാത്ത കൂട്ടം. അത്തരത്തിലാണ് അവിടെ ഇപ്പോൾ UDF പ്രവർത്തിക്കുന്നത്. ആ ഒരു UDFന്റെ ടീം UDFന്റെ പ്രവർത്തനങ്ങൾ മലപ്പുറത്ത് വലിയ വിസ്മയങ്ങൾ തീർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ 16 ലഭിച്ചേക്കാം. പക്ഷെ എങ്കിലും അവിടെ 1 സീറ്റിൽ മാറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. LDFന് കിട്ടാനുള്ള സാധ്യത പൊന്നാനിയിൽ മാത്രമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത മണ്ഡലത്തിലേക്ക് പോകാം.